പൊന്നാര ചെങ്ങായിമാരെ ഞാൻ നടന്നു പോണത് പാടത്തു കൂടി നല്ല കേട്ടോ. ഇത് നമ്മളെ നാട്ടിൽ പുത്തൂർ അലനല്ലൂർ റോഡാണ്. കണ്ടില്ല അവസ്ഥ, നടക്കാൻ പോലും പറ്റാത്ത ചെളിയും കോറി വേസ്റ്റും. സ്കൂൾ കുട്ടികളടക്കം ദിവസവും ഈ ചളിക്കുളം താണ്ടിയാണ് വീട്ടിൽ നിന്ന് സ്കൂൾക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും എത്താൻ. ഒരു വണ്ടി വന്ന് കുടുങ്ങിയാൽ തിരിച്ചു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണിത്. ഇതൊന്ന് നോക്കി, റോഡിൻ്റെ നടുവിലാണ് 6 അടി താഴ്ചയിൽ ഈ കാണുന്ന കുഴി. ഇത് റോഡാണോ അതോ തോടോ? ഹിറ്റാച്ചിയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എന്നാലും പണിക്കൊരു അനക്കമല്ല. ഇന്ന് പണിക്കാരുമില്ല. ഈ ഒരു 200 മീറ്ററിൻ്റെ പ്രശ്നത്തിന് പുത്തൂരിലുള്ള നാട്ടുകാർക്ക് നാട്ടിൽ നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 5-6 കിലോമീറ്റർ കറങ്ങണം. ഇതാ ഒരു 100 മീറ്റർ അപ്പുറത്ത് ദേശീയപാതയാണ്. അവിടെ ബസ് ഇറങ്ങി വരുന്ന കൊച്ചു കുട്ടികളടക്കം ഈ കുഴിയും പാറയും കടന്നു വേണം വീട്ടിലെത്താൻ. കഴിഞ്ഞ ദിവസം ഒരു വാഹനം ഈ കുഴിയിൽ വന്ന് വീണു എന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടു. അതാണ് വിലങ്ങൊരു പൈപ്പ് ഇട്ടതെന്നും പറഞ്ഞു. ഇനിയെങ്കിലും അധികാരികൾ കണ്ണുറക്കണം. ജൽജീവൻ മിഷൻ്റെ പൈപ്പ് ലൈൻ വരുന്നത് നാട്ടുകാർക്ക് നല്ലതാണ്, വെള്ളം കിട്ടുമെങ്കിൽ. അതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ 2 മാസം സ്കൂൾ പൂട്ടിയിരുന്നില്ലേ? ആ സമയത്തൊക്കെ എവിടെയായിരുന്നു ഇവരൊക്കെ? 5-6 മാസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും ചെയ്യാതെ മഴ തുടങ്ങി സ്കൂൾ തുറന്ന സമയത്ത് തന്നെ ഈ പണി വേണമായിരുന്നോ? JCB ഇറക്കി നാട്ടിലെ മുഴുവൻ റോഡും പൊളിക്കാൻ ഉഷാറാ. നന്നാക്കാൻ അവരെ കാല് പിടിക്കേണ്ട അവസ്ഥ. ഇത്രയും അനാസ്ഥ പാടില്ല. ഇതിനൊരു മാറ്റം വേണം. അധികാരികൾ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണം. അല്ല മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായം ഒന്നും പറയാല്ലേ? അഭിപ്രായം എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. ഇത് അധികാരികളെ ശ്രദ്ധയിൽ പെടുന്നവരെ ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും വേണം.